എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിവിടെ ഒരു പോർട്ടബിൾ ആയിട്ടുള്ള ഒരു സോളാർ പാനൽ വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ 12 വോൾട്ട് 10 വാട്ട്സിൻ്റെ ഒരു സോളാർ പാനലാണ്. ഇത് വളരെ സിമ്പിളാണ്, ഇത് പോർട്ടബിളാണ്. ഇതിൻ്റെ സൈസ് ഒരു ലാപ്ടോപ്പിൻ്റെ സൈസേ വരുള്ളൂ. അതേപോലെ തന്നെ USB-യിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന എല്ലാവിധ ഡിവൈസുകളും നമുക്ക് ഈ പാനൽ ഉപയോഗിച്ച് എങ്ങനെ ചാർജ് ചെയ്യാമെന്ന് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് ഏകദേശം 750 രൂപയോളം ചിലവാകും. നിങ്ങൾക്ക് പുതിയ ഒരെണ്ണം ഇങ്ങനത്തെ വാങ്ങണമെങ്കിൽ ഇതിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഒന്ന് വാങ്ങി വയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ബൈക്കുകളുടെയൊക്കെ ബാറ്ററി പെട്ടെന്ന് ഡൗണായി പോയി, അതിനുശേഷം സെൽഫ് വർക്കാകാതെ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾക്ക് ഈ പാനൽ ഉപയോഗിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് ആ ബാറ്ററീസ് എങ്ങനെ റീചാർജ് ചെയ്ത് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലിൽ വീഡിയോസിൽ പ്ലേലിസ്റ്റുകളുണ്ട്, അതുപ്രകാരം കാണാൻ ശ്രമിക്കുക. അപ്പോൾ പുറത്ത് നല്ല വെയിലുണ്ട്, ആ വെയിലിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിവിടെ സോളാർ പാനലിൻ്റെ പോസിറ്റീവിലും നെഗറ്റീവിലും, അതായത് പോസിറ്റീവ് ഭാഗത്ത് ഒരു റെഡ് വയറും അതേപോലെ തന്നെ നെഗറ്റീവ് ഭാഗത്ത് ഒരു ബ്ലാക്ക് വയറും ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഈ പാനൽ നല്ല വെയിലുള്ള സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഈ പാനലിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. കമ്പനി പറയുന്ന 24.8 വോൾട്ട് നമുക്ക് കിട്ടുമെന്നാണ്. നമുക്കിവിടെ ഇപ്പം ഏകദേശം 23.3 വോൾട്ട് നമ്മൾക്ക് കിട്ടുന്നുണ്ട്. ഞാനിവിടെ എൻ്റെ ബാറ്ററിയുടെ ഇതൊരു 4Ah ബാറ്ററിയാണ്, 12 വോൾട്ട് 4Ah ബാറ്ററിയാണിത്. സാധാരണ ബൈക്കുകളൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററി. അതിൻ്റെ പോസിറ്റീവ് ഭാഗത്ത് റെഡ് വയറും അതേപോലെ തന്നെ നെഗറ്റീവ് ഭാഗത്ത് ബ്ലാക്ക് വയറും ഡയറക്റ്റ് തന്നെ നിങ്ങൾക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വേറെ അഡാപ്റ്റേഴ്സോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ രീതിയിൽ ഏകദേശം അതായത് ഒരു 9Ah അതായത് മാക്സിമം 10Ah ബാറ്ററി വരെ ഈ പാനൽ കൊണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് ചാർജ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് എത്ര കറണ്ട് വരുന്നുണ്ടെന്ന് നോക്കാം. ഇതിനകത്ത് ഇപ്പോഴിത് ഏകദേശം 350 milliamps വരെ എടുക്കുന്നുണ്ട്. ഇത് തന്നെയായിരിക്കണം മാക്സിമം ഈ പാനലിനകത്തുനിന്ന് നമ്മൾക്ക് കിട്ടുന്ന കറണ്ട്. അപ്പോൾ നിങ്ങൾ ഏകദേശം 5 മണിക്കൂറെങ്കിലും ഈ ബാറ്ററി ചാർജ് ചെയ്തിരിക്കണം. ഞാൻ ഏകദേശം 5 മണിക്കൂറിന് വേണ്ടി ഈ ബാറ്ററി ചാർജിങ്ങിൽ തന്നെ ഇവിടെ വയ്ക്കുന്നു. നിങ്ങളുടെ ബൈക്കിൽ ഉപയോഗിക്കുന്നത് 4Ah ബാറ്ററി ആണെങ്കിൽ, അതായത് ഇപ്പോൾ ഞാൻ നമ്മൾ ടെസ്റ്റിങ്ങിൽ ഉപയോഗിച്ച അതേ ബാറ്ററി ആണെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു 5 മണിക്കൂർ ചാർജ് ചെയ്യുക. ഈ 5 മണിക്കൂറിനുള്ളിൽ അത് ഫുൾ ചാർജ് ആയിട്ടുണ്ടാവും. അതല്ല നിങ്ങൾ ഉപയോഗിക്കുന്നത് 9Ah അല്ലെങ്കിൽ 10Ah ബാറ്ററീസ് ആണെങ്കിൽ, കപ്പാസിറ്റി കൂടിയ ബാറ്ററീസ് ആണെങ്കിൽ ഒരു ഫുൾ ഡേ തന്നെ നിങ്ങൾ ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഈ ഒരു പാനലിൻ്റെ കപ്പാസിറ്റി വെച്ച് നമ്മൾക്ക് കാറുകളുടെ ബാറ്ററീസ് ഒന്നും നമുക്ക് റീചാർജ് ചെയ്യാൻ സാധ്യമല്ല. അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് നമ്മൾ എമർജൻസി സിറ്റുവേഷൻസിൽ മാത്രം ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുക. അതായത് പെട്ടെന്ന് നമ്മുടെ വണ്ടിയുടെ ബാറ്ററിയൊക്കെ ഡൗൺ ആവുന്ന ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ മാത്രം ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നു തോന്നിയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ എനേബിൾ കൂടി ചെയ്യുക.